ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ വർക്കൊക്കെ ആയിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നേക്കുവാണ്. ഇവിടെ വയലിൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ തൊട്ടിപ്പുറത്ത് നമ്മുടെ ഡാൻസ് മാസ്റ്റർ വിക്രം റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അത് കഴിഞ്ഞ് എനിക്ക് ഗിറ്റാർ പഠിക്കണമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് എന്നോട് ആദ്യം പറഞ്ഞു നിൻ്റെ കയ്യിലെ നഖമെല്ലാം മുറിച്ചളയാൻ പറഞ്ഞു. ഇത് വായിക്കുന്നത് ബേസിക് എക്സസൈസ് ആണ്. അത് പറഞ്ഞിട്ട് വായിക്കുന്ന ആവശ്യമില്ല. അതൊന്ന് ഒറ്റ വൺ ടൈം ചെയ്തു. ഓക്കെ, ഇപ്പുറത്ത് തന്നെ അത് പതിയെ അങ്ങനെ ഗിറ്റാറും എൻ്റെ താളപ്പഴയും കൊണ്ട് ഞങ്ങൾ കുറേ നേരം അതും വെച്ചോണ്ടിരുന്നു കേട്ടോ. പിന്നെ ഇവ നമ്മുടെ കൂടെ ഫുൾ ടൈം ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടുന്ന് പിന്നെ നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് നമ്മളുടെ മനോരമ ഹോർത്തൂസിലേക്കായിരുന്നു. അങ്ങനെ അതൊക്കെ കണ്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് നമ്മുടെ തിരുമേനി സ്പൈസത്തിൽ പോയിട്ട് ഒരു അടിപൊളി പായസം കുടിച്ചു. അത് അന്ന് കഴിച്ചതിനെക്കാട്ടിലും അടിപൊളിയായിരുന്നു കേട്ടോ. ഇപ്രാവശ്യം കഴിച്ചപ്പോഴത്തേക്കും പായസത്തിൻ്റെ ടേസ്റ്റ് ഒന്നും പറയാനുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഞങ്ങൾ പനമ്പള്ളിയിലുള്ള അരുൺ ഐസ്ക്രീം ഷോപ്പിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്ന് എപ്പോഴും ഞങ്ങൾ വെറൈറ്റീസ് ഓഫ് ഐസ്ക്രീംസ് കഴിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതുവരെയും കഴിക്കാത്ത ഫ്ലേവേഴ്സൊക്കെ ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കുറച്ച് ഐസ്ക്രീംസും വാങ്ങിച്ചുകൊണ്ട് നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് പനമ്പള്ളി തന്നെയുള്ള നമ്മുടെ ഐബാക്കോ ഷോപ്പിലേക്കാണ്. ഞാൻ അവിടെ ഓൾറെഡി വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവരുടെ പ്രൊമോഷൻ വർക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അന്ന് പരിചയപ്പെട്ടതാട്ടോ ഇവരെ ഞാൻ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് കാണാൻ പോകാറുണ്ട്. ഇപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം കാണാൻ പോയതാട്ടോ. ഈ പുള്ളി എപ്പോഴും നമുക്ക് ട്രീറ്റൊക്കെ തരും കേട്ടോ രാജ. അവിടുന്ന് പിന്നെ നമ്മളിതേ മന്തി കഴിച്ചാട്ടോ നമ്മുടെ ഈ ഒരു ദിവസം അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നേ.